ഒരു 100 കൊല്ലത്തിനുള്ളിൽ ഈ ഭൂമിയിലുള്ള സർവ്വജന്തുജാലങ്ങളെയും പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യൻ കൊന്നെടുക്കും. മരങ്ങളെയും ചെടികളെയും നശിപ്പിക്കും. മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും. 1977 ബഷീർ എഴുതി വെച്ച ഈ വരികൾ 2026 പ്രസക്തമാണ്. പക്ഷേ എല്ലാം നശിപ്പിക്കുന്ന മനുഷ്യർക്കിടയിൽ സംരക്ഷിക്കുന്ന ചിലരുമുണ്ട്. അത്തരത്തിൽ ഒരു മനുഷ്യൻ്റെ യാത്രയുടെ കഥകൾ അറിയാൻ ഇഞ്ചിയോൺ കിയ ഈ യാത്ര പോകുന്നു. താൻ ജീവിക്കുന്ന കായൽപ്പരപ്പിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തേടി ഒരു മനുഷ്യൻ എല്ലാ ദിവസവും നടത്തിയ യാത്രയുടെ കഥ. ഒരു ക്യാമറ കണ്ണിലൂടെ ലോകം കണ്ട ആ വലിയ പാഠം തേടി കുമരകത്തിൻ്റെ ഹൃദയത്തിലേക്ക്. പക്ഷേ എത്ര വർഷമായി കാണും ഇപ്പോൾ ഒരു ഏകദേശം ഈ ഒരു? ഞാൻ എനിക്ക് തോന്നുന്നു 15 വർഷമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വൃത്തിയാക്കാന്നൊക്കെ ഒരു അങ്ങനെയൊന്നും തോന്നി. ആണോ? പരിസരത്ത് ഇങ്ങനെ കുപ്പി കിടക്കുമ്പോഴേ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് വരികയാണ്. അങ്ങനെ വന്ന ഞാൻ വാരി വളർത്താനിട്ട് കൊച്ചു വളർത്തെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെയും കൂടി കിടക്കാം. അങ്ങനെ കൂടി കിടന്ന് അതിവിടെ കൊണ്ടിട്ട് എന്താ കണ്ട ഈ പെരയുടെ പക്കത്തിൽ വരെ ഉണ്ടായിരുന്നു. രാവിലെ പോവും. എല്ലാവരും എഴുന്നേക്കുന്നതിന് മുമ്പ് ചിലപ്പം കുമരകത്തിനാ പോകണമെങ്കിൽ നേരം വെളുക്കുന്നതിന് മുമ്പ്. എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനാണ് NS രാജപ്പൻ എന്ന് പറഞ്ഞു. കുറേ നാളുകളായിട്ട് പുള്ളി കുറേ നാളെന്നല്ല, ജനിച്ചപ്പോൾ തൊട്ട് വള്ളത്തേലാണ്. ഒരുവിധം പ്രായമായപ്പോൾ തൊട്ട് തന്നെ വള്ളത്തേലേ നടക്കാൻ പറ്റുള്ളൂ പുള്ളിക്ക്. അങ്ങനെ നടന്ന് പിന്നെ കുറേ നാളായപ്പോഴത്തേക്ക് ഈ ആക്രിയുടെ പരിപാടി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാലും എല്ലാവരും ഒക്കെ പറയുമായിരുന്നു ഈ വെയിലും കൊണ്ട് മഴയും കൊണ്ടൊക്കെ നടക്കുന്ന കാരണം ആർക്കും അത്ര. വീട്ടിൽ ഞങ്ങൾ തന്നെ പറയുമായിരുന്നു ഈ വെയിലും കൊണ്ട് നടക്കുന്ന എന്നാ കാര്യത്തിന് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ വഴക്ക് പറയുമായിരുന്നു. എന്നിട്ടും പുള്ളി അതൊന്നും കണക്ക് കൂട്ടാതെ പുള്ളി ഇതിന് വേണ്ടിയിട്ട് നടക്കുമായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ ഒരേപോലെ അല്ലല്ലോ മഴയും കാറ്റും. മഴയൊന്നും എനിക്കൊരു വിജയത്ത് പാലത്തിന് ഭയങ്കര മഴയും ഇതൊക്കെ വരുമ്പം പാലത്തിനടി കിടക്കും. കവണാറ്റിങ്കര പാലത്തിനടിയിൽ പണ്ടൊക്കെ ഈ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേന് നമ്മൾ എങ്ങനെയാ ഇത് എടുത്തോണ്ടിരുന്നത്? അത് നെറ്റ് വെച്ചാണോ അതോ കൈ കൊണ്ട് പെറുക്കിയെടുക്കും? അന്ന് പറഞ്ഞാൽ എനിക്ക് വള്ളം എന്ന് കിട്ടിയോ അന്ന് തൊട്ട് വള്ളത്തിലുള്ള പരിപാടിക്ക് അല്ല ചുമ്മാ ഇപ്പം അറിഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഇവിടുന്ന് അവിടുന്ന് ഇവിടെ വന്നില്ലേ നന്ദു ഒറ്റ. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇഷ്ടത്തിന് ചെയ്ത് നന്ദു അവിടെ മണിയാറുമ്പോൾ തന്നെ പുതിയ പാലാണ്. ആ പാലത്തിന് അടിക്കട നേരെ തെക്കോട്ട് പോയപ്പോൾ എന്നോട് ചോദിച്ചു, ചേട്ടാ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നീ 1-2 എടുത്തോളാൻ പറയാം. എന്നിട്ട് അത്ര കിഴക്കേ സൈഡിലോട്ട് അടുത്തുമ്പോഴാണ് ഞാൻ ചോദിച്ചത് എനിക്ക് എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ ചെയ്യും. പറ്റുന്നില്ല. തോണിയും പോയി എനിക്ക് വല്ലാതെ വരുവാ. തോണിയും പോയി കേടായിപ്പോയതാ. ഒരെണ്ണം കരക്കിരിക്കുക, ഒരെണ്ണം വെള്ളത്തിൽ കിടക്കുക. ഈ വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയമുള്ളൂ, വെള്ളപ്പൊക്കം കഴിയുന്ന സമയം. അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഭയങ്കരമായിട്ട് അടിഞ്ഞു വരുന്ന ഒരു സമയമല്ലേ? ഇവിടെ വാരി പഞ്ഞാറ് ഞാൻ കൂട്ടിയതല്ലേ? കൂട്ടിയിട്ട് ഇവിടെയും കൂട്ടി. വെള്ളപ്പൊക്കം വന്നപ്പം മൊത്തം ഒഴുകി പോയി. അതിടും ഒരു പുള്ളിക്കാരൻ എവിടെയാണെന്നറിയാൻ വാരി കൂട്ടിയിട്ട് പുള്ളി നടക്കാൻ പോകുമ്പോഴേ ഓരോന്ന് കിട്ടും. അതുകൊണ്ടൊന്നും പുള്ളിയുടെ പറമ്പിലിട്ടിട്ട് ആർക്ക് വേണേലും കൊണ്ടുപോകാൻ എനിക്ക് ഒന്നും തരേണ്ടതെന്ന് പറഞ്ഞു. ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അല്ല, അവരോട് പറയാനുള്ള ഇനി ഇടരുതെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇനി ഈ ദ്രോഹം ചെയ്യരുത്. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം എൻ്റെ കയ്യിൽ കുറേ കുപ്പി ഇരിപ്പുണ്ട്. അത് കരക്കിടുന്നാണോ എന്നുള്ളത് വലിച്ചെറിയുന്നതാണോ? നമ്മൾ കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ.
അത് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് പറഞ്ഞാൽ കയ്യിലോട്ട് കിട്ടിയാൽ നീട്ടി ആറ്റിലോട്ട് ഇറങ്ങി. ഒരു രായപ്പഞ്ചേട്ടൻ തന്നെയല്ല, ഒരു രായപ്പഞ്ചേട്ടനെ പോലെ എല്ലാവരും ആകണം. എന്തായാലും അതിന് മനസ്സുള്ളവരാരും ഇല്ല ഇപ്പോൾ. രായപ്പഞ്ചേട്ടൻ അങ്ങനെ അങ്ങ് ഇറങ്ങി തിരിച്ച്. അതുപോലെ ഇനിയിപ്പോൾ പുതിയ തലമുറ വരുമ്പം കൈമാറി മാറി പോയാൽ അതില്ലാതാകും. ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ സമ്മതപ്പെടുത്തുക, കൈമാറുക. ഒരു കൊച്ചു വഞ്ചിയിൽ രാജപ്പൻ ചേട്ടൻ ഒറ്റയ്ക്ക് തുടങ്ങിയ ഈ യാത്രയിൽ കിയയും കൈകോർക്കുകയാണ്. ഈ ഓളങ്ങളിലും ഭൂമിയിലും ജീവൻ്റെ തുടിപ്പ് തുടരാൻ നമുക്കൊന്നിച്ചു തുഴയാം. കൂടുതൽ തെളിഞ്ഞൊരു നാളേക്ക്. ലെറ്റ്സ് ക്ലീൻ അപ്പ് കേരള.